ഹലോ. അപ്പോൾ തനൂസ് ഫാമിലിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാനും ഉണ്ണാനും കൂടെ പോകുന്നത് നമ്മുടെ കോയിനാട് എടുക്കാണ് കേട്ടോ. അപ്പോൾ അവിടെ കോയിനാട്ട് ഒരുപാട് കൃഷിയൊക്കെ നടത്തുന്നതാണ്. നെല്ലും പയറും ചീരയും കപ്പയും ഒക്കെ നടത്താറുണ്ട്. പക്ഷെ നമ്മൾ ഇന്ന് പോയത് ചീരക്കും പയറിനൊന്നുമല്ല കേട്ടോ, നല്ല അടിപൊളി കപ്പക്കാണ് കേട്ടോ. കണ്ടില്ലേ, ഒരുപാട് കപ്പ നട്ടിട്ടുണ്ട്. പക്ഷേ ഇപ്രാവശ്യം കപ്പ നട്ടിട്ട് എന്തോ കപ്പൊക്കെ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ ഒരുപാടൊന്നും വിറ്റ് പോകാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ കുറേ നഷ്ടത്തിലായിരുന്നു. എന്നാലും പിന്നെ വന്നിട്ട് കുറച്ച് കപ്പ എടുത്തിട്ട് പോടുമെന്ന് പറഞ്ഞതുകൊണ്ട് ഞാനും ഏട്ടനും കൂടെ കപ്പ എടുക്കാൻ പോയി. അങ്ങനെ നമ്മുടെ കോയിനാടുണ്ട് അങ്ങനെ നടന്ന് വരുന്നേ. ആരെയോ ഫോൺ വിളിച്ചുകൊണ്ട് വരുത്താം കേട്ടോ. അപ്പോൾ കോയിനാടിന് ഇപ്പുറത്തെ കൂടെ ഇറങ്ങാൻ കഴിയുന്നതുകൊണ്ട് ആ സൈഡിലേക്ക് കൂടി അത് കോയിനാടിന് ഇറങ്ങിയിട്ടുണ്ട്. കണ്ട, ഒരുപാട് കപ്പ കുറേ കൊടുത്തിന്, എന്നാലും ഒരുപാടുണ്ട്. എന്ന് വെച്ചാൽ ഇത് ഒഴിവാക്കിയിട്ട് വേണം ഇനി അടുത്ത് എന്തെങ്കിലും നടാൻ. അതിന് വേണ്ടിയിട്ട് പിന്നെ ഫുള്ള് ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഉണ്ണേട്ടൻ താഴെ ഇറങ്ങിയിട്ടുണ്ട്, ഞാൻ ഈ മുകളിൽ തന്നെ നിൽക്കുകയത് കേട്ടോ. എന്ന് വെച്ചാൽ ഭയങ്കര ഹൈറ്റ് അവിടെ നിന്ന് ഇറങ്ങാൻ ശരിക്കും പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഉണ്ണേട്ടൻ പറഞ്ഞ് വാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഞാനും ഇതാ എൻ്റെ അമ്മോ ചാടി ഗേസ് എന്നിട്ട് ഞാനും തുള്ളിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ ഇതുവരെ ഇങ്ങനെ കപ്പ പൊരിക്കുന്നത് കണ്ടിട്ടില്ല കേട്ടോ. ഒരു വടി ഇങ്ങനെ കുത്തിയിട്ട് എന്തോ ഒരു കെട്ടിട്ടിട്ടുള്ള എന്തോ ഒരു കപ്പ പൊരിക്കലാണത്. ഞാൻ ആദ്യമായിട്ട് കാണും കേട്ടോ. അപ്പോൾ കോയിനാടിൻ്റെ അളിയനും ഉണ്ട്. അപ്പോൾ കോയിനാടിന് ഇങ്ങനെ വീഡിയോ പിടിക്കുന്നതൊന്നും ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അന്നെ ഇടയ്ക്കിടയ്ക്ക് കലമ്പിക്കൊണ്ടെല്ലാം നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാനതൊന്നും അങ്ങനെ കാര്യമാക്കിയിട്ടില്ല. എന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് ഒരു ഇത് തന്നെയല്ലേ, സന്തോഷം തന്നെയല്ലേ അല്ലേ ഇതൊക്കെ കാണുക എന്നുള്ളതും ഒക്കെ. അപ്പോൾ അങ്ങനെ വിചാരിച്ചിട്ടാട്ടോ. അപ്പോൾ ഇതാ കണ്ടില്ലേ, അങ്ങനെ ഒരു കെട്ടൊക്കെ കൊടുത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ തണ്ടിട്ടിട്ടാണ് കേട്ടോ കപ്പ പൊരിക്കുന്നത്. അല്ലാത്തത് വേഗം കിട്ടുന്നത് കൈനെ കൊണ്ട് തന്നെ വലിച്ച് പൊരിക്കുന്നുണ്ട്. ഇങ്ങനെ കുറച്ച് കിട്ടാൻ ബുദ്ധിമുട്ടുള്ള കപ്പ കണ്ടില്ലേ, ഞാൻ ആദ്യമായിട്ട് കേട്ടോ ഇങ്ങനെ കാണുന്നത്. അടിപൊളി കപ്പയായിരുന്നു, നല്ല കപ്പ. അപ്പോൾ കണ്ട അങ്ങനെ അവർ മൂന്നാളും കൂടെ കപ്പയൊക്കെ പൊരിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ റോഡിൽ കൂടെ ആരൊക്കെയോ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്ന് ഷൂട്ട് ചെയ്യാൻ വെച്ചിട്ടാട്ടോ ഞാൻ. പക്ഷേ എൻ്റെ ഫോണിൽ നല്ല കേട്ടോ ഇതൊന്നും ഷൂട്ട് ചെയ്ത് ഞാൻ ഫോൺ എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഏട്ടൻ്റെ ഫോണിൽ നിന്നാണ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതാ കണ്ടില്ലേ, നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. അപ്പോൾ ആരൊക്കെയോ കൊണ്ടുപോയിട്ടുണ്ട്, ഞങ്ങളും കുറേ കൊണ്ടുവന്നു കേട്ടോ. അപ്പോൾ നമുക്ക് വേണ്ടുന്നൊക്കെ കപ്പ എടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉണ്ണിയേട്ടനും കോയിനാട്ടനും അതാ രമേശേട്ടനും എല്ലാവരും കൂടെ കപ്പയൊക്കെ പൊരിച്ച് അവർക്കും കപ്പ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അവരും കുറച്ച് കപ്പ കൊണ്ടുപോയി. അതേപോലെ തന്നെ ഞങ്ങളും കുറച്ച് കപ്പ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ കുറച്ച് അധികം എടുത്തു കേട്ടോ, കാരണം എനിക്ക് കപ്പ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കപ്പ എടുത്ത് കൊടുക്കുമ്പോൾ ഒരു ഏച്ചി വന്നിട്ട് ആർന്ന് കപ്പേൻ്റെ കൊള്ളിയൊക്കെ കൊണ്ടുവന്നു. അപ്പോൾ ഞാൻ ചോദിച്ചത് എന്തിനാണ്. അപ്പോൾ പറഞ്ഞു മോളെ മറ്റൊന്നുമല്ല, ഉണങ്ങിയിട്ട് നമ്മൾ കത്തിക്കാലോ എന്നാണ്. അങ്ങനെ നമ്മൾ ഉണ്ണിയേട്ടനും കോയിനാടിനും കൂടി ഇതായി വീണ്ടും കപ്പ പൊരിക്കുന്നുണ്ട്. അത് പിന്നെ രണ്ടാളും കൂടെ വലിച്ചിട്ട് കിട്ടുന്നതാണെന്ന് തോന്നുന്നു. അതുകൊണ്ട് പിന്നെ അവർ വലിച്ചിട്ടുണ്ട്, മറ്റേ അത് പൊരിച്ചിട്ടില്ല. അല്ലാതെ തന്നെ കപ്പ ഇളക്കിയത് കണ്ടില്ലേ, നല്ല അടിപൊളി കപ്പയാണ് കേട്ടോ. അപ്പോൾ കോയിനാട് ആദ്യമൊക്കെ കൊലയും ഒക്കെ നടലുണ്ടായിരുന്നു. അപ്പോൾ റോഡ് സൈഡിൽ തന്നെ ആയതുകൊണ്ട് ഒരു നട്ട് കൊല മൂക്കാനാകുമ്പോൾ ആരൊക്കെയോ ഇങ്ങനെ കൊല കാണാതെ കൊണ്ടുപോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയിട്ട് എന്തിനാ അങ്ങനെ കാണാതെ അങ്ങനെ കൊണ്ടുവന്നല്ലേ, അതിലും ഭയങ്കര പാവമല്ലേ. പക്ഷേ അതൊന്നുമില്ല, അപ്പോൾ അവിടെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇതാ നമ്മൾ ഉണ്ണിയാടിനും കോയിനാടിനും കൂടെ രമേശേട്ടനുള്ള കപ്പയും അതിൻ്റെ അകത്ത് ചാക്കിലൊക്കെ ആക്കി കൊടുക്കുന്നുണ്ട്. അതാ മതി എന്നൊക്കെ പറഞ്ഞത് കെട്ടുന്നുണ്ടായിരുന്നു കണ്ടില്ലേ. അപ്പോൾ കുറച്ചും കൂടി എടുത്തു വന്നിട്ട് ആദ്യം ഇതാ കപ്പ ചാക്കിലാക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മൾ ഉണ്ണിയാട്ടിന് ഞാനും കൂടെ ഇതാ നമുക്കുള്ള കപ്പ നമ്മളൊരു ഷോപ്പറിലാട്ടോ എടുത്തത്. ഞാൻ എന്നിട്ട് പൊന്തിച്ച് നോക്കി പൊന്തുന്നില്ല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എന്താ കപ്പേൻ്റെ ഇതൊക്കെ കഴിഞ്ഞു. അപ്പോൾ കണ്ടില്ലേ, ഞാൻ എൻ്റെ മൊത്തത്തിലൊരു വീഡിയോ കൂടി എടുക്കാമെന്ന് വെച്ച് വീഡിയോ എടുത്തേ കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മുടെ ഉണ്ണാണ്ടി നമ്മുടെ കപ്പ എടുത്തിട്ട് ആ റോഡിൻ്റെ സൈഡിലവിടെ കൊണ്ടുവയ്ക്കുന്നുണ്ട്. കാരണം പോകുമ്പോൾ എടുക്കണ്ടേ, എനിക്ക് എന്തായാലും പൊന്തൂല, നല്ല വെയിറ്റ് ഉണ്ടായിരുന്നു. ഞാൻ നോക്കിയിനി പക്ഷേ ആകുന്നില്ല. അപ്പോൾ ഇതാകട്ടെ അതും എടുത്തിട്ട് പോയി. കണ്ടില്ലേ, കോയിനാട്ട് പിന്നെ അപ്പുറത്തേക്കൂടെ വേഗം മുകളിൽ കയറിയിട്ടുണ്ട്, രമേശേട്ടനും കയറിയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഉണ്ണിയേട്ടനും അത് അതിലേക്കൂടെ പോകുന്നുണ്ട് കേട്ടോ. കണ്ടില്ലേ, കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ്. അപ്പോൾ ഞാൻ പൊതുവേ ഹൈറ്റ് കുറവായതുകൊണ്ട് തന്നെ എനിക്കതിലേക്കൂടെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മുടെ കോയിനാടിന് ഇതാ കൈയൊക്കെ കഴുകുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഇതാ അപ്പോഴത്തേക്ക് ഉണ്ണിയേട്ടൻ നമ്മളെ വണ്ടിയൊക്കെ എടുത്തിട്ട് കൊണ്ടുവന്നാട് നിർത്തിയിട്ടുണ്ട്. കപ്പ എടുക്കണ്ടേ, കണ്ടില്ലേ, ഇതാട്ടോ എൻ്റെ ഉണ്ണിയേട്ടൻ്റെ വണ്ടി. ഉണ്ണിയേട്ടൻ വണ്ടി തിരിച്ച് വെക്കുന്നുണ്ട്, കപ്പയൊക്കെ എടുത്തിട്ട് പോകെ. അപ്പോഴത്തേക്ക് നമ്മുടെ കോയിനാട്ടിനും രമേശനും കൂടെ കൈയൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. ആടെ നമ്മൾ വണ്ടി ആടെ വെച്ച് കേട്ടോ, കപ്പ എടുക്കാനായിട്ടില്ല. ഈ വണ്ടി ഇവിടെ വെച്ചിട്ട് നമ്മൾ നേരെ പോയത് എടുത്തേക്കെന്നറിയാം, നമ്മുടെ കോയിനാടിൻ്റെ മറ്റൊരു കൃഷിയിടമുണ്ട് അടുത്തേക്ക്. ഇതാ കോയിനാട്ട് ഫോൺ വിളിച്ചോണ്ട് പോകുന്നുണ്ടാകും. കോയിനാടിൻ്റെ ഫോൺ ദേഷ്യമായി തന്നെ കലമ്പുന്നുണ്ട്. അപ്പോൾ ഞാൻ മുമ്പിൽ ഓടിപ്പോയിട്ട് വീഡിയോ പിടിച്ചു കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ നേരെ അപ്പോൾ ഉണ്ണേട്ട് മറ്റേ കമ്മൂസ് ചപ്പം എന്തെങ്കിലും പൊട്ടിക്കൂലേ കൈമിൽ വെച്ചിട്ട്, എനിക്കങ്ങനെ അറിയില്ല. എൻ്റെ ഏട്ടനത് അങ്ങനെ പൊട്ടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കോഴിനാട്ടിൻ്റെ നെക്സ്റ്റ് കൃഷി ഇടാണ് കേട്ടോ. ഒരുപാട് കാരാപ്പിരിക്കയും കൈപ്പക്കയും എല്ലാം ഉണ്ട്. പിന്നെ കോഴിനാട്ട് അടങ്ങിയിരിക്കുകയില്ല കേട്ടോ, എന്തെങ്കിലും ഇങ്ങനെ നട്ടുകൊണ്ടും പിന്നെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. നല്ലൊരു കർഷകനാണ് കോഴിനാട്ടെ, കണ്ടില്ലേ നല്ലയില്ലേ. അപ്പോൾ നമ്മുടെ ഉണ്ണിയേട്ടനിതാ കാരാപ്പിരീൻ്റെ ഇടയിൽ നിന്നിട്ടുണ്ട്, കണ്ട ഇവിടെയൊക്കെ നിങ്ങൾ കാണുന്നുണ്ടോ കാരാപ്പിരിക്ക, കണ്ടില്ലേ നല്ല നാടൻ കാരാപ്പിരിക്ക കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കാരാപ്പിരിക്ക, ഓലനാക്കിയിട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ കണ്ടില്ലേ കാരാപ്പിരിക്ക, നല്ല അടിപൊളി കാരാപ്പിരിക്കൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ഇതേപോലെ തന്നെ കോഴിനാട്ടൻ മറ്റൊരു ഇതും കൂടി ഇതിൻ്റെ ഇടക്കുണ്ട്, കൈപ്പക്ക. നല്ല അടിപൊളി കൈപ്പക്ക. നിങ്ങളെ അങ്ങോട്ടേക്കൊക്കെ എങ്ങനെയാണ് പറയാൻ നടക്കല്ല, നമ്മളിങ്ങോട്ട് നമ്മൾ കൈപ്പക്ക എന്നാണ് പറയൽ. അതിന് വേറെ കാരാപ്പിരിക്കും കൈപ്പക്കെല്ലാം വേറെയും എന്തൊക്കെയോ പറയുന്നല്ലേ ഓരോ സ്ഥലത്തൊക്കെ, കണ്ടില്ലേ പാവക്ക എന്നൊക്കെ പറയുന്നവരുണ്ട് എന്നത്. പക്ഷെ ഞങ്ങൾ കൈപ്പക്ക എന്നാണ് പറയില്ല കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്, വറവാക്കാനും ഓലനും ഒക്കെ നല്ല ടേസ്റ്റാണ്. എൻ്റെ അമ്മ നമുക്ക് അടിപൊളിയായിട്ട് പിന്നെ വറവൊക്കെ ആക്കി തരുന്നുണ്ട്. ഓലനെല്ലാം വെള്ളമൊന്നുമില്ലാണ്ടാക്കിയിട്ട് വറ്റിച്ചിട്ട്. അതിൻ്റെ ഇടയ്ക്ക് ഓർക്ക് മറ്റൊരു കൃഷി കൂടി ഉണ്ടാ, പൂക്കൾ, ഒരുപാട് പൂക്കളൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു, കണ്ടില്ലേ. അപ്പോൾ ഞാനതൊക്കെ കണ്ടപ്പോൾ അതിൻ്റെയൊക്കെ ഓരോ വീഡിയോ പിടിക്കാമെന്ന് വെച്ചിട്ടാണ് കേട്ടോ. കണ്ടില്ലേ നിറച്ചും പൂത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ അതുകൊണ്ട് പൂമ്പാറ്റിയൊക്കെ വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ 2 കാരാപ്പിരിക്കൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ഓലമ്പൊക്കെ വലുത് അതിൽ കാണുമ്പോൾ അങ്ങനെ തിരിയട്ടെ, നല്ല വലിപ്പമുള്ളതാണ്. പിന്നെ അപ്പോൾ നമ്മൾ 2 എടുത്തു. പിന്നെ ഓർക്കുന്നുണ്ട്. പിന്നെ കണ്ടില്ല ഒരു പഴയ വീട്, തറവാട് വീടാണെന്നായിരുന്നു, എന്നറിയില്ല. കണ്ടപ്പോൾ നല്ല ഭംഗി തോന്നി ആ കാടിൻ്റെ ഇടയിൽ. അപ്പോൾ ഒന്ന് പിടിച്ചതേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇപ്പം തന്നെ എന്തോ ഒരു ടൈപ്പ് വാഴ ഉണ്ടായിരുന്നു, അതിൻ്റെ പേരെന്താ ചോദിച്ചാൽ എന്തോ ഒരു പേരും പറഞ്ഞെന്ന്. അവരുടെ വളക്കെയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കോഴിനാട് നടന്നവർ വളക്കെ ചാക്കലിട്ട് ശരിക്ക് പൊത്തി നമ്മൾ ആടുന്ന് നേരെ മടങ്ങി, കണ്ടില്ലേ. അങ്ങനെ നമ്മൾ നേരെ മടങ്ങി വണ്ടി എൻ്റെ അടുത്തേക്ക് നടക്കുന്നുണ്ട്. ഉണ്ണേട്ട 2 കാരാപ്പിരിക്കൊക്കെ പിടിച്ച് നടക്കുന്നുണ്ട്. കോഴിനാട്ട് പിന്നെ എന്നെ കൽമ്പിക്കോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കോഴിനാട്ടെ പിന്നെ ആ കപ്പ എടുത്തിട്ട് വണ്ടിയിൽ വെച്ച് തരും. ഉണ്ണേട്ട വണ്ടിയിലെടുത്ത് റെഡിയാക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ കോഴിനാടിന് കപ്പയെല്ലാം എടുത്ത് വണ്ടി കയറ്റി തരുന്നുണ്ട്, കണ്ടില്ലേ. കണ്ടോ. അപ്പോൾ അങ്ങനെ കോഴിനാട്ടെ ആ കപ്പയൊക്കെ എടുത്ത് കയറ്റി തന്ന്. ഇനിയിപ്പോൾ എനിക്ക് അതിൽ കയറണം. അതാ ഞാനും കയറി പോട്ടേന്ന് പറഞ്ഞിട്ട് നമ്മളവിടെ നിന്ന് വിട്ട്. കണ്ട ഡിമാൻഡാക്കലാണ് കോഴിനാട്ടൻ തിരിഞ്ഞ് നിന്നിട്ട്. കണ്ട ഭയങ്കര ഡിമാൻഡാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് മടങ്ങിയിട്ട് നമ്മൾ നേരെ പോയത് എൻ്റെ അമ്മേൻ്റെ അടുത്തേക്കാട്ടോ. കാരണം എൻ്റെ അമ്മക്ക് ഭയങ്കര ഇഷ്ടമാണ് കപ്പയും കാരാപ്പിരിയൊക്കെ. ഏച്ചീൻ്റെ വീട്ടിലായിരുന്നു അമ്മയുള്ളത്, അവിടെ നിന്ന് വലിയ ദൂരമൊന്നുമില്ല. അങ്ങനെ ഏച്ചീൻ്റെ മോളാണത് ആരാധ്യ. ഇതാണ് കേട്ടോ എൻ്റെ അമ്മ ആരാധ്യ. അപ്പോൾ അവർക്ക് അമ്മ അത്രയും കപ്പ വേണ്ടുമെന്ന് പറഞ്ഞ് വെച്ചാൽ അങ്ങനെ ഏച്ചി അവരൊന്നും അങ്ങനെ അധികം കപ്പ കഴിക്കാറില്ല. അപ്പോൾ അമ്മക്കും അത്രയല്ലേ വേണ്ടു, അതുകൊണ്ട് പിന്നെ അമ്മ അത് മതി. എന്നിട്ട് ഒരു കാരാപ്പിരി അമ്മക്കും കൊടുത്തു. അമ്മ 2 കപ്പയൊക്കെ എടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ കുറച്ച് സമയം അത് വർത്താനൊക്കെ പറഞ്ഞ് അമ്മക്കതും കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് മടങ്ങിയില്ല. അങ്ങനെ നമ്മുടെ വീടിൻ്റെ അടുക്ക് എത്തിയേട്ടാ. ഇത് നമ്മുടെ വീട്ടിൻ്റെ മുമ്പിലത്തെ വയലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വന്ന് ഇന്ന് നമുക്ക് നല്ല അടിപൊളി കപ്പയും മീനുമാണ് കേട്ടോ, നല്ല. അപ്പോൾ ഇത് നമ്മുടെ വയലാണ് കേട്ടോ, ഈ കാണുന്നത്. ഇത് ഇപ്രാവശ്യം കൃഷിയൊന്നും നടത്തിയിട്ടില്ല, അവിടെ കാട് വന്ന് കിടക്കലാണ്. അങ്ങനെ നമ്മൾ ഉണ്ടായിരുന്നില്ല, വണ്ടി ഒരു സൈഡിൽ ഒതുക്കിയിട്ടുണ്ട്. ഞാനത് വള്ളിയെടുത്ത് താത്ത് വെക്കെ അവിടെ പിടിച്ച് കൊടുത്തേട്ടാ, വെച്ചാൽ കനമുള്ളത് കൊണ്ട് വെക്കെ എടുത്ത് താഴെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കണ്ടില്ലേ ഉണ്ണിയേട്ടൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ ഉണ്ണിയേട്ടൻ നമ്മളെ കപ്പയും കാരാപ്പിരിക്കായിട്ട് നേരെ ഇതാണ്ട് നമ്മളെ വീട്ടിലേക്കുള്ള വരമ്പാട്ടോ. 2 ഭാഗത്തും നെല്ലിൻ്റെ പാടാണ്, നല്ല രസമില്ലേ നമ്മുടെ നാട്. ഇതാണ് കേട്ടോ നമ്മുടെ ഫ്രണ്ട് ഭാഗം, ഇങ്ങനെയാണ് വീടിൻ്റെ വരമ്പത്തേക്കൂടി ഇതായിട്ടും പോകുന്ന കപ്പയൊക്കെ എടുത്തിട്ട്, കണ്ടില്ലേ. അപ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ നമ്മുടെ നാട്. 2 ഭാഗത്തും നെല്ലൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. അമ്മയും ഞാനും കൂടെ കപ്പ മുറിച്ചിടുന്നുണ്ട്. നേതൂട്ടി കേട്ടോ ഇത് വീഡിയോ പിടിച്ച്, സോറി നേതൂട്ടി തനൂട്ടി കേട്ടോ വീഡിയോ പിടിച്ചത്. അങ്ങനെ നമ്മൾ കപ്പയൊക്കെ മുറിച്ച് കപ്പ ഞാൻ 3-4 തവണ കഴുകി വൃത്തിയാക്കി വേറെ പാത്രത്തിലേക്കൊക്കെ എടുത്തിടുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഈ കപ്പ, ചേമ്പ്, പിന്നെ ചക്ക, അങ്ങനത്തെയൊക്കെ. ചിലവർക്കൊന്നും അങ്ങനെ വലിയ താല്പര്യമുള്ള സാധനമെല്ലാം തോന്നുന്നില്ലേ കപ്പ. അങ്ങനെ ഉണ്ണിയുടെ വരുമ്പോൾ കുറച്ച് മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, അയിലക്കുട്ടി കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം അയിലക്കുട്ടി നമ്മൾ പക്ഷെ തലയും എടുത്ത് കേട്ടോ വരട്ടെ, തലയും വരട്ടി പിന്നെ മീനും പുളിമുളക് ഇടാന്നുള്ളത്. നമ്മൾ കുറേ പേരുണ്ട് വീട്ടിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ തലയും ഹോട്ടലും ഒക്കെ എടുക്കാറുണ്ട്.
എന്നുവെച്ചാൽ എല്ലാവരും കൂട്ടും അങ്ങനത്തെ. ചിലവർ തലയൊന്നും എടുക്കില്ല എന്ന് തോന്നല്ലേ. നമ്മൾ പിന്നെ തലയും എടുക്കാറുണ്ട്, എല്ലാം എടുക്കാറുണ്ട്. അങ്ങനെ കണ്ടില്ലേ. അപ്പോൾ ഞാൻ വേഗം മീനൊക്കെ വെട്ടി ക്ലീൻ ചെയ്തു. അപ്പോൾ എൻ്റെ തനൂസ് അടുത്ത് തന്നെ ഉണ്ടായിരുന്നു. തനൂസിന് മീൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തനൂസിന് മീൻ കറി വെക്കുന്നതിനേക്കാളും ഇഷ്ടം പൊരിച്ചിട്ടാണ്. പൂച്ചേനെ പോലെ തനൂസ്. അപ്പോൾ ഇതാ കണ്ടില്ലേ, മീൻ കണ്ടാൽ പിന്നെ തനൂസ് അടുത്ത് തെറ്റാറേ ഇല്ല അല്ലേ. കുട്ടികളങ്ങനെ അപ്പം മീൻ അങ്ങനത്തെക്കാളും ഭയങ്കര സന്തോഷവും ഇഷ്ടമല്ലേ അവൾക്ക് അല്ലേ. എല്ലാവരുടെയും അങ്ങനെ തന്നെ കുഞ്ഞുമക്കളെ കാര്യം. അങ്ങനെ ഞാനിതാ മീനൊക്കെ പെട്ടെന്ന് തന്നെ വേഗം വേഗം ക്ലീൻ ചെയ്യുന്നുണ്ട്. കാരണം പിന്നെ സന്ധ്യ ആയില്ലേ അപ്പോഴത്തേക്ക്. അപ്പോൾ ഇതാ നമ്മുടെ മീനൊക്കെ കഴുകിയിടുമ്പോൾ ഇതാ അടുത്ത ആൾ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വേസ്റ്റൊക്കെ ഞാൻ ഇട്ട് കൊടുത്തു. പിന്നെ തനൂസാട്ടോ എന്നെ സഹായിച്ചത്. അതിലിതാ ഉപ്പും പിന്നെ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ തനൂസാണ് ഇട്ടത്. അമ്മയെ ഞാനിടട്ടേന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ തലേൻ്റെതും എല്ലാം ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതാ അപ്പോൾ ഞാൻ ഈ കറി വെച്ചിട്ട് വരാം കേട്ടോ. അങ്ങനെ ഇതാ നമ്മുടെ മീൻ പുളിമുളകും തല വരട്ടിയതും കപ്പയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല കട്ടൻ ചായയും ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതാ കണ്ണേ, അനാമി, തനൂസ്, അമ്മ, ഉണ്ണിയാട്ടൻ, അച്ഛൻ ഇതാ ഇവിടെ ഇരുന്ന് കഴിക്കുന്നുണ്ട്. കണ്ടില്ലേ, മേതൂട്ടിയുണ്ട്, ഉണ്ണിയാട്ടൊക്കെ വാങ്ങുന്നത്. അങ്ങനെ നമ്മുടെ എല്ലാവരും കൂടി അന്ന് കപ്പയും നല്ല അയില പുളിമുളക് ഇട്ടതും തല പൊരിച്ചതല്ല കേട്ടോ, വരട്ടിയത്. ഇതാ തനുസ് പറയുന്നുണ്ട് എങ്ങനെയുണ്ട് തനുസ് ചോദിക്കുമ്പോൾ അമ്മയെ സൂപ്പർ എന്ന് പറയുന്നുണ്ട്. കണ്ടില്ലേ, അച്ഛയമ്മ നമ്മളെല്ലാവരും കൂടി ഇരുന്ന് വട്ടത്തിൽ എല്ലാവരും കൂടെ കഴിച്ചു കേട്ടോ. അപ്പോൾ ലാസ്റ്റ് ഇതാ ഞാനും ഇരുന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.